കുറച്ച് നേരത്തെയായി സൈഡിൽ വന്നത്. അപ്പോൾ ഇതാ മൊത്തത്തിൽ തിരക്കെല്ലാം കുറവുണ്ട്. ഇന്ന് സൂര്യനതാ ഉദിച്ച് വരുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെയാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇതെവിടെ പച്ചക്കറിയൊക്കെ വെച്ച് സെറ്റാക്കുന്നുണ്ട്. നമ്മളിതാ നമ്മുടെ യാർഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെയാണ് കേട്ടോ. അപ്പോൾ ഇതാ പണിക്കാരെല്ലാം ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാവരും കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് എവിടെയാണ് വർക്ക് എന്നറിയില്ല. ഇപ്പോൾ മിക്കവാറും നമ്മുടെ സർവീസ് റോഡിൻ്റെ പണി തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ എടുത്തുകൊണ്ട സാധനമൊക്കെ നമ്മൾ തിരിച്ചു പോകുന്ന വഴി സൈഡിൽ ഇറക്കണം. അപ്പോൾ നമ്മുടെ ജനറേറ്ററൊക്കെ ഇതാ നമ്മുടെ ബക്കലിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൈൻ ബോർഡ് വെക്കുന്ന ഫൗണ്ടേഷനൊക്കെ സെറ്റ് ചെയ്യുന്ന ടീമാണ് കേട്ടോ. സൈൻ ബോർഡിൻ്റെ മൊത്തം ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ വലിയപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്കേഴ്സാണ്. നമ്മളിന്ന് നമ്മളെ യാർഡ് തന്നെയാണുള്ളത്. അപ്പോൾ അതെവിടെയൊക്കെ നമ്മുടെ ബോർഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ മെയിൻ്റനൻസ് യാർഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒസങ്കടി പാലത്തിൻ്റെ മുകളിലെ തിരക്ക് കണ്ടോ, ഉള്ള ആളാണ്. അപ്പോൾ നമ്മളിതാ സൈഡിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ DG ഈ സാധനമൊക്കെ ജനറേറ്ററൊക്കെ ഇവിടെ ഇറക്കണം. ഇവിടെ ഒരു സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ തന്നെ വരുന്ന ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ പണിയാണ് ഇപ്പോൾ നടന്നുകൊടുക്കുന്നത്. താഴെ ഇപ്പോൾ ചെറിയ അതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഈ ജനറേറ്ററും അതുപോലെ തന്നെ ടൂൾസും കാര്യമാണ് നമ്മുടെ ബക്കലിലുള്ളത്. അപ്പോൾ നമ്മൾ ഇതാണ്ട് സൈഡിലെത്തിയിട്ടുണ്ട്. ഇതാട്ടോ ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്കേഴ്സ് ഇതാ ദൂരെ നടന്ന് വരുന്നേ ഉള്ളൂ. അവർ വന്നിട്ട് വേണം ഇതൊക്കെ ഇറക്കി വെക്കാൻ. ഇവിടെ നമ്മുടെ സ്ട്രീറ്റ് ലൈനിൻ്റെ കണക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈറ്റിൻ്റെ കണക്ഷനൊക്കെ ഇവിടെ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തം ബ്രേക്കർ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തം അപ്പുറമൊക്കെ നമ്മുടെ വർക്കർ ഇതാ കൊടുത്ത് റെഡിയാക്കി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ശരിയാക്കി പോകണം. അപ്പോൾ നമ്മുടെ വണ്ടി അത് താഴെ കിടപ്പുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ ബോർഡിൻ്റെ സൈൻ ബോർഡിൻ്റെ ഒക്കെ വർക്ക് വെക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ മൊത്തം ബോസിൻ്റെ അടുക്ക് നമ്മുടെ പണിക്കാരൊക്കെ ഉണ്ട്. എല്ലാ സ്ട്രീറ്റ് ലൈനിൻ്റെ ലൈനും കണക്ഷനും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഏരിയയിലായിട്ട് ഇനി GSP ഇടണം. അപ്പോൾ നമ്മുടെ GSPയുടെ ലോറി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വർക്കേഴ്സൊക്കെ ഇതാ ഡ്രെയിനേജ് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. വെയിൽ നല്ല രീതിയിൽ കാര്യം എഴുതുന്നുണ്ട് കേട്ടോ. സൂര്യൻ ഇങ്ങനെ മേഘങ്ങൾ തുളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മുടെ റോഡും കാര്യങ്ങളൊക്കെ നല്ല ബിസിയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ GSP കൊണ്ടുള്ള ലോറി വരുന്നുണ്ട് കേട്ടോ, ടിപ്പർ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. കാരണം എന്ന് വെച്ചാൽ സ്കൂൾ ടൈമും കാര്യങ്ങളൊക്കെ വണ്ടി ഓടാൻ പാടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സൈഡാക്കി സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ടിപ്പർ വരുന്നത്. നമ്മൾ ഈ ഒരു ഏരിയയിൽ മൊത്തം GSP ഒക്കെ അടിച്ച് റെഡിയാക്കാനുണ്ട്. നമ്മുടെ പിറകിലായിട്ട് നമ്മൾ മൊത്തത്തിൽ ചെയ്തതാണ്. ഇവിടെയൊക്കെ മൊത്തം ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഏരിയ കൂടി ചെയ്താലാണ് നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റൂ.
അപ്പോൾ നമ്മുടെ ടിപ്പർ ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മോനാട്ട് ഇതാ സൈഡൊക്കെ പറഞ്ഞ് ടിപ്പർ നമ്മുടെ ഉള്ളിലോട്ട് കയറി വരുന്നുണ്ട്. ഒറ്റയൊടിക്ക് കിട്ടുമോയെന്നറിയില്ല, ഒന്ന് മാറ്റിയെടുക്കേണ്ടി വരും. നമുക്ക് ഏകദേശം ഇതുപോലത്തെ ഒരു 3 ലോഡ് സാധനം വേണ്ടി വരും, എന്നാലേ നമുക്ക് ഈ ഒരു ഏരിയ കവർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഞ്ഞൂറടീൻ്റെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ലോഡ് കെട്ടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ചെറിയ ചെറിയ ഹൈറ്റ് പൊങ്ങി വരണം, എന്നാലേ നമ്മുടെ GSBയുടെ ലെവലിലേക്ക് വരുള്ളൂ. ഇത് നമ്മൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് ഒരു ലെയർ വലിച്ചിട്ടതാണ്. പിന്നെ അവിടുന്ന് കുറച്ച് തട്ടിയിട്ട് അത് ലെവൽ ചെയ്യണം. അത് പക്ഷേ നമ്മളല്ല ലെവൽ ചെയ്യുന്നത്, അത് ഗ്രേഡർ ഉപയോഗിച്ചാണ് ലെവൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പണി ഇതാ ഇവിടെ ആയിട്ടാണ്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ പിക്കപ്പ് വാനിലാണ് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കൽ സൈറ്റിൽ. അപ്പോൾ നമ്മുടെ ടിപ്പർ ലോഡ് തട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മോനാട്ടാണ് ലോഡ് കറക്റ്റ് തട്ടിക്കുന്നത്. അപ്പോൾ നമ്മുടെ GSBയുടെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം തട്ടി, ഇനി ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ലെവൽ ചെയ്തിടണം. അപ്പോൾ നമ്മുടെ മോഹനാട്ടനാണ് കേട്ടോ ഇതൊക്കെ നോക്കി കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹൈവേയിലൂടെ വണ്ടി ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെയിൽ കൂടി വരുന്നുണ്ട് കേട്ടോ. ചൂട് വലിങ്ങനെ ചൂടില്ല, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അവസാന ലോഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇന്ന് കാര്യമായിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല. ആകെ ഉള്ളത് നമ്മുടെ GSB ലെവലിങ് തന്നെയായിരുന്നു. അത് ഇത്രത്തോളം നമ്മൾ ലെവലാക്കി. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വേറെ പ്രത്യേകിച്ച് വലിയ അപ്ഡേഷൻ വീഡിയോസൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കിടപ്പുണ്ട്. ചെങ്കടി പാലത്തിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ക്രെയിനും കാര്യങ്ങളൊക്കെ പണിയെടുക്കുന്നുണ്ട്. റോഡ് മൊത്തത്തിൽ ഓപ്പണാണ് കേട്ടോ. റോഡ് എപ്പോഴും ബിസിയാണ്. 2 സൈഡിലായിട്ട് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രതീഷ് ചേട്ടൻ്റെ ലോറി ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മോഹനേട്ടൻ ഇവിടെ കാര്യങ്ങളെല്ലാം ഇവരൊക്കെ ചെക്ക് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ ഏരിയ മാത്രമാണ്, ചെറിയ കനത്തിൽ മാത്രമേ പോകാനുള്ളൂ. നമ്മൾ ചെയ്ത അപ്പോൾ ഗൈസ്, നമ്മുടെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം ലെവലാക്കി. ഇനി ഇത് ഫുള്ള് റോളർ അടിക്കണം. നമുക്ക് വേറെ പണി വന്നിട്ടുണ്ട്. കൾവേട്ടിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് ചളി വരൽ. അപ്പോൾ നമ്മുടെ ബോക്കേറ്റും കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. വസങ്കടി ടൗൺ മൊത്തം തിരക്ക് പിടിച്ച് വരികയാണ്. വൈകുന്നേരം ഏകദേശം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. റോഡും എല്ലാം തിരക്ക് തന്നെയാണ്. നമ്മളത് അടുത്ത പണിക്ക് പോവുകയാണ്. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ പണി തന്നെയായിരുന്നു. അതുകൊണ്ട് വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ചെറിയ പണിയെടുത്ത് കൾവേട്ടിൻ്റെ ഉള്ളിലിറങ്ങിയിട്ട് ചളിയൊക്കെ കോരി മാറ്റണം. അപ്പോൾ അതിൻ്റെ പോക്കാണ്. അപ്പം നമ്മളിതാ സർവീസ് റോഡ് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എവിടെയാ കൾവേട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. ഗൈസ്, ഞാനിതൊരു ഗുഹ പോലത്തെ സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. ഇത് നമ്മളെ കൾവേട്ടിനുള്ളിലാണ്. അപ്പോൾ ഇവിടുത്തെ മണ്ണൊക്കെ വാരി ഒഴിവാക്കാനാണ് നമ്മളെ ബോക്കേറ്റ് വന്നത്. പക്ഷേങ്കിൽ ഇപ്പം നടക്കൂല. 2 ദിവസം കഴിഞ്ഞിട്ട് പരിപാടിയിൽ നടക്കൂ.
എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ചെറിയ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി വണ്ടി പോകില്ല. അവരെ പണി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുറത്തേക്കുള്ള വഴി സെറ്റാക്കാൻ പറ്റൂ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കൾവേട്ട്. ഇതുവഴി വണ്ടി പോകില്ല. ഇനി ഈ പനയൊക്കെ മാറ്റണം. അത് മാറ്റണമെങ്കിൽ ഇവിടെയുള്ള വർക്ക് കഴിയണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനുള്ളിലുള്ള മണ്ണൊക്കെ മാറ്റാൻ പറ്റൂ. അവിടെ മൊത്തം ഒരു റോഡ് ഉണ്ടാക്കേണ്ട പരിപാടിയാണ്. ഫുള്ള് കമ്പിയൊക്കെ കെട്ടി കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരിയായിട്ടിലോട്ട് നമ്മുടെ റോഡ് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. മരക്കസൊക്കെ പലയൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ കിടപ്പുണ്ട്. മൊത്തം ബോർഡും സിമൻ്റൊക്കെ പറഞ്ഞിട്ട് നല്ല കരിയോയിൽ അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ അടിക്കുന്നത് വെച്ചാൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ബോർഡ് മേൽ പറ്റിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് പോവാണ് കേട്ടോ. നമ്മുടെ വക്കൻ്റെ ഒരു വൈബ്രേറ്റർ ഉണ്ട്. അതിപ്പോൾ നമ്മുടെ യാർഡിലായിട്ട് കൊണ്ടുവെക്കണം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബക്കറ്റിൽ DG ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ജനറേറ്റർ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മിക്സും വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെറിയൊരു സ്ലാബ് ചെയ്യണം. അതിൻ്റെ പരിപാടിയാണ്. വൈബ്രേറ്ററിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇതാട്ടോ നമ്മുടെ അവസ്ഥ. നമ്മൾ വർക്ക് ചെയ്തിറക്കി ഇങ്ങനെ ഓരോ വണ്ടിയൊക്കെ കൊണ്ടുവച്ചാൽ നമുക്കിങ്ങനെ നമ്മുടെ വർക്കിൻ്റെ ആവശ്യമായിട്ടുള്ള വണ്ടിയെല്ലാം കൊണ്ടുവരാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ദയവേദി ഇങ്ങനെ വണ്ടിയൊന്നും വെക്കാതിരിക്കുക. പൊസങ്കടി അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മിക്സും വണ്ടി ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത പരിപാടി കൂട്ടൊക്കെ എടുത്ത് സെറ്റാക്കണം. അപ്പോൾ ഇത് ചൂട്ടെടുത്ത് റെഡിയാക്കുകയാണ്. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ചൂട്ടൊക്കെ സെറ്റ് ചെയ്യുന്നത്. ലോക്ക് ഒഴിവാക്കി. അപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് തുടങ്ങാൻ പോവാണ്. അതിന് മുമ്പോടിയായിട്ട് ഒന്ന് ജസ്റ്റ് അവിടെ നനച്ചു. ഇതാ കോൺക്രീറ്റ് ഇപ്പം വരും കേട്ടോ. ഡ്രമ്മ് കറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് ജസ്റ്റ് കണ്ടു. എത്തിയില്ല, താഴെയാണുള്ളത്. താഴെ മുകളിലോട്ട് കയറി വരണം. ഇങ്ങനെ ഓരോ പിരിയും കറങ്ങിയാണ് അത് മുകളിലോട്ട് വരുന്നത് നമ്മുടെ കോൺക്രീറ്റ്. നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോയിൽ അത് ചെയ്തിരുന്നു, ഇതിൽ നിന്ന് എങ്ങനെയാണ് കോൺക്രീറ്റ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ 1/2 MQ സാധനം മാത്രമേ ബാലൻസ് ഉള്ളൂ. അപ്പോൾ അത് താഴേന്ന് മുകളിലോട്ട് ഇങ്ങനെ കയറി വരുന്നേ ഉള്ളൂ. ഇതുവരെ എത്തിയില്ല കേട്ടോ. അതേ വന്ന് ഇങ്ങനെയാണ് നമ്മളെ കോൺക്രീറ്റ് വരിക. മൊത്തത്തിൽ ആ കോൺക്രീറ്റൊക്കെ വന്ന് പണിക്കാറുക നല്ല വൈബ്രേഷൻ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സന്തോഷേട്ടൻ ഈ റെഡി മിക്സ് ലോറിയുടെ ഡ്രൈവറാണ്. ഇവിടെ കോൺക്രീറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വയ്യത കത്തി കൊണ്ട് വേണ്ട സ്ഥലത്തേക്കെല്ലാം കോൺക്രീറ്റ് ഇങ്ങനെ മാറ്റി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വയ്യത മൊത്തം വൈബ്രേഷൻ അടിച്ച് സെറ്റാക്കുന്നുണ്ട്. ഇത് പീസിലായിട്ട് കോൺക്രീറ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവർക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ എവിടെയൊക്കെ കോൺക്രീറ്റ് ഉണ്ട്. ഇതിൽ നിന്ന് പതിയെ കോൺക്രീറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ തകൃതിയായിട്ടുള്ള പണിയാണ്. അപ്പോൾ ഇതാ ഇതിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു.
അപ്പോൾ നമ്മളെ പാത്തിയൊക്കെ എടുത്ത് സൈഡിലോട്ട് വെച്ചു. നമ്മളെ DGയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് തിരിച്ചിട്ട് നേരത്തെ എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവെക്കണം.